ഹലോ ഗൈസ്, അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ എന്തായാലും ഈ ഒരു ടൈം ഒരു ഈവനിങ് വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. എൻ്റെ പൊന്നെ, സൺസെറ്റിൻ്റെ ടൈം ആയിട്ടുണ്ട്. ഇപ്പോൾ സമ്മർ ആയതുകൊണ്ട് തന്നെ ഇവിടെ UK ഒരു 8 മണി, സോറി പേടിക്കണ്ട, അത് വീണതാണ്. 8 മണി 8:30 8 മണിക്കൊക്കെയാണ് ഇപ്പോൾ സൺസെറ്റ് ഉള്ളത്. ഇനി കുറച്ച് കഴിഞ്ഞാൽ അത് 8:30 പിന്നെ അത് കഴിഞ്ഞ് 9 മണിയാവും, പിന്നെ 9:30 ഞാൻ ഈ 9 മണി 9:30 ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മുന്നേ 6 പിന്നെ 6:30 7 അങ്ങനെ അങ്ങനെ പോയി ഇപ്പോൾ ഫൈനലി 8 മണിക്ക് സൺസെറ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. എൻ്റെ പൊന്നെ, ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞാൽ ബ്യൂട്ടിഫുൾ. എൻ്റെ കാണാൻ എന്ത് രസമാണെന്ന് അറിയോ, ഞാൻ കാണിച്ചു തരാം കേട്ടോ. കണ്ടോ എന്ത് രസമാണെന്ന് അറിയോ. എൻ്റെ പൊന്നെ, ആ ചെടി അവിടെ ഇരിക്കുന്നുണ്ട്, ആ 2-3 ചെടി. അപ്പം അതിൻ്റെ നിഴൽ അവിടേക്ക് തട്ടിയിട്ട് പിന്നെ ആ ഒരു ഗോൾഡൻ കളർ കണ്ടോ. ഞാനിത് പുറത്ത് നിന്നിട്ട് ഞാൻ കാണിച്ചു തരാവേ. കണ്ടോ, ഇത് ഞങ്ങളുടെ വീടിൻ്റെ പിന്നിലത്തെ ഒരു ഭാഗമാണ് കേട്ടോ. ഓ മൈ ഗോഡ്, എന്ത് രസമാണ് നോക്ക്. ശരിക്കും ഇവിടെ നിൽക്കുമ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കുമ്പോൾ കറക്റ്റ് കാണാൻ പറ്റും കേട്ടോ. ആ ചെടികളുടെ ഇടയിലൂടെ ഒരു സൺസെറ്റ് കണ്ടോ, എന്ത് ഭംഗിയാ നോക്ക്. ഇന്നായിരുന്നു എൻ്റെ ശ്രദ്ധയിൽ പെട്ടത് കേട്ടോ ഈ ഒരു കാഴ്ച. ബ്യൂട്ടിഫുൾ. പിന്നെ ഇന്ന് നല്ല വെതറും കൂടിയായിരുന്നു. ഈ ചെടിമിക്കൊക്കെ ആ സൂര്യൻ്റെ ഇത് തട്ടണം കണ്ടോ, ഡ്രസ്സിൽ കാണാൻ വേണ്ടിയിട്ട്. ഓ പൊളി, എനിക്കിഷ്ടട്ടോ. നല്ല ഭംഗിയുണ്ട് ആക്ച്വലി അത് കാണാൻ വേണ്ടിയിട്ട് കേട്ടോ. ആകാശമൊക്കെ നോക്ക്. ഞാൻ ഇങ്ങോട്ടും അധികം വരാറില്ല ഡ്യൂട്ടിയൊക്കെ ആയതുകൊണ്ട് തന്നെ. ഇപ്പോൾ ഇന്ന് ഓഫാണ്, അതുകൊണ്ട് ജസ്റ്റ് ഈ സൺസെറ്റ് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു വേഗം ഒന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു, നിങ്ങൾക്ക് കൂടിയും കാണിച്ചാലെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ വന്നതാണ് കേട്ടോ. സെറ്റല്ലേ, കണ്ട പിന്നിൽ കണ്ട സൺസെറ്റ് ആയിക്കൊണ്ടിരിക്കുക. 8 മണി ആവാറായി ഇപ്പോൾ. പൊളിയിട്ടില്ലേ, ഇഷ്ടപ്പെട്ടു എനിക്ക്, നല്ല രസമുണ്ട് കാണാൻ. ആ ചെറിയ കാറ്റും ഇളം കാറ്റ്. ഓ മൈ ഗോഡ്, അയ്യോ ഇതെനിക്ക് കണ്ടു നിൽക്കാൻ തോന്നുന്നു ഇങ്ങനെ. അതും നല്ല ക്ലാരിറ്റിയിൽ വരുന്നുണ്ട് കേട്ടോ വീഡിയോയിൽ. എനിക്കിഷ്ടപ്പെട്ടു. ആ ചെടിമയ്ക്കൊക്കെ ഇലമൊക്കെ ആ ഒരു എന്താ പറയുക, ആ ഗോൾഡൻ കളർ കണ്ടോ. ആ സൺസെറ്റ്, ആ സൂര്യാസ്തമിക്കണേൻ്റെ ആ ഒരു ഷെയ്ഡ് ഈ ചെടിമ വന്ന് പതിച്ചിട്ട് ഒരു പ്രത്യേക ഭംഗി തന്നെ കേട്ടോ. ഓ മൈ ഗോഡ്, എനിക്കാണെങ്കിൽ എടുത്തിട്ട് മതിയാവുന്നില്ല. ഇനിയിപ്പോൾ സമ്മർ, പിന്നിൽ നോക്ക് രസമല്ലേ കാണാൻ. ഇപ്പോൾ ഇവിടെ സമ്മറായി തുടങ്ങി. ഇനിയിപ്പോൾ നമുക്ക് പുറത്തൊക്കെ ഈ കണ്ട ടേബിളൊക്കെ വെച്ചിട്ട്, അവിടെ ഒരു ടേബിളുണ്ട് കണ്ടോ, ആ ടേബിളിലൊക്കെ വെച്ച് ചായയൊക്കെ കുടിക്കാൻ. വിൻ്ററൊക്കെ ആകുമ്പോൾ എൻ്റെ പൊന്നെ ഇങ്ങോട്ട് ഇറങ്ങാനോടെയും പറ്റില്ല, അത്രയ്ക്ക് തണുപ്പും കാര്യങ്ങളൊക്കെ. ഫൈനലി ദ സമ്മർ ഹാസ് ബിഗൻ ഹിയർ ഇൻ UK. യെസ്, ആ ജനാലയമേക്ക് ഇങ്ങനെ തട്ടി നിൽക്കണുണ്ടോ, രസല് കാണാൻ. സൂര്യൻ ഇങ്ങനെ പതിയെ അസ്തമിച്ചു തുടങ്ങിട്ടോ. നിങ്ങളിത് ആസ്വദിച്ചോ, ഞാനൊന്നും മിണ്ടുന്നില്ല. ഞാൻ ഒരു മ്യൂസിക് ഇടാം കേട്ടോ, ലൈറ്റായിട്ടുള്ള ഒരു മ്യൂസിക് ഇടാം. ഇവിടെ വരെ എത്തിയുണ്ട് ലൈറ്റ് കണ്ടോ. ഇത് ലൈറ്റ് ഞാൻ ഓൺ ചെയ്തതല്ല, അതാ സൺസെറ്റ്. അതല്ല ഓൺ ആക്കരുത്, ആ ഓൺ ലൈറ്റ് അല്ലേ. വെയിറ്റ്, ഞാൻ അതല്ല പറയണത്. അതാ സൂര്യ അസ്തമിക്കണ കൊണ്ട് അതിന്റെ ഒരു ലൈറ്റാണ് ഇവിടേക്ക്. ഇതിപ്പോ ചേട്ടൻ ഓൺ ചെയ്തതാണ്. ബൾബാ, ആ ബൾബ് ഞാൻ ഇപ്പൊ കാണിച്ചു തരാം കേട്ടോ. ഇതാണ് ബൾബ്. അവിടെ സൂര്യൻ അസ്തമിക്കണേന്റെ ലൈറ്റാണ് ഇവിടേക്ക് വന്നോണ്ട്, അല്ലാണ്ട് ഞാൻ ഓൺ ചെയ്ത ലൈറ്റ് അല്ല കേട്ടോ എന്റെ പിന്നിൽ കാണുന്നത്. അതുമേ ഡ്രസ്സിൽ കാണാൻ വേണ്ടിയിട്ട് ഇടയ്ക്ക് ഇങ്ങനെ നല്ല ഭംഗിയിൽ കിട്ടും കേട്ടോ ഇടയ്ക്ക്. അപ്പൊ ഞാൻ വിചാരിക്കും എന്നേലും ഒരു ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ കുറേ ഫോട്ടോസൊക്കെ ഞാൻ ഈ കോവിഡ് ടൈമൊക്കെ ഉള്ളപ്പോൾ കുറേ ഫോട്ടോസ്, കോവിഡ് ടൈമൊക്കെ നമ്മൾ ഫുൾ വീട്ടിലിരിക്കല്ലായിരുന്നു. ഞാൻ ആ സമയത്ത് MBA സെക്കൻഡ് ഇയർ ആയിരുന്നു. എനിക്ക് 2 എക്സാം കൂടി ബാക്കിയുള്ള ടൈമിലായിരുന്നു ഈ കോവിഡ് വന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് വീട്ടിലിരിക്കന്നെ ഓരോ ഫുഡ് ഉണ്ടാക്കി കഴിക്കുക, വീഡിയോ എടുക്കുക, ഫോട്ടോസ്, ഇതായിരുന്നു എൻ്റെ പണി. ഞാൻ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഞാൻ ക്രിയേറ്റീവായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ എവിടെ പോയി എന്നറിയില്ല. കുറച്ചൊക്കെ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഇതാക്കി വെച്ചിട്ടുണ്ട്. കുറച്ചൊക്കെ ഏതോ ഒരു ഇതിൽ ഞാൻ സേവ് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. എന്ത് ഇഷ്ടമാണെന്ന് അറിയാം ഫോട്ടോ എടുക്കാൻ. പിന്നെ ഇനി വല്ല മാച്ച് ഉണ്ടോ?
ഓക്കെ, മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ കളിക്ക് വേണ്ടി ഇങ്ങനെ കാത്തിരിക്കുകയാണ് കേട്ടോ. മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ ഒരു കുന്ന ഐറ്റംസ് ഇവിടെ വീട്ടിലുണ്ട്, ഞാൻ കാണിച്ചു തരാം കേട്ടോ. നോക്കൂ ഗൈസ്, ഇങ്ങനെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് റൊണാൾഡോന്റെ ഞങ്ങൾ ആ കളി കാണാൻ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. മാൻ യുണൈറ്റഡ് വേഴ്സസ് മാൻ സിറ്റി, ഓൾഡ് ട്രഫോർഡ്. അതിന്റെ ഒരു സംഭവം ഇരിക്കണേ, മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ കപ്പ് ഇത് ഞാൻ വാങ്ങിച്ചു കൊടുത്തതാണ് കേട്ടോ. പിന്നെ മാഞ്ചസ്റ്റർ പോയപ്പോൾ എടുത്തത് ഇത് ബ്രൈറ്റല്ല, ഫുൾ സാധനങ്ങൾ ഇവിടെ ഉണ്ട്. കൂടുതൽ ഈ മാഞ്ചസ്റ്ററിന്റെ ഐറ്റംസ് ആണ് ഉള്ളത് കേട്ടോ. അതില് കുറച്ച് ഐറ്റംസ് ഒക്കെ ഞാൻ വാങ്ങിച്ചു കൊടുത്തതാണ്. ഓ, ഇത് നമ്മള് മലേഷ്യ പോയപ്പോൾ എടുത്തതാണ്. മലേഷ്യയുടെ പോയപ്പോൾ ഉള്ള ഇത്. അങ്ങനെ കുറച്ച് ഐറ്റംസ് ഇവിടെ ഉണ്ട്. ഇനി ഇവിടെ വെക്കാൻ സ്ഥലമില്ല, മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ സാധനം ഇനി വെക്കാൻ സ്ഥലമില്ല ഇവിടെ. അതുപോലെ ആ തൊപ്പി ഉണ്ട്. തൊപ്പി ആര് വാങ്ങിച്ചെന്ന്? തൊപ്പി ആര് വാങ്ങിച്ചെന്ന്? തൊപ്പി എന്റെ അളിയൻ ഇത് കാണുന്നുണ്ടെങ്കിൽ അളിയൻ വാങ്ങിച്ചു കൊടുത്താണ്. ഇതുപോലെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ ഒരു ഫാൻ പൊന്നെ. അപ്പൊ ബർത്ത്ഡേക്ക് അളിയൻ വാങ്ങിച്ചു കൊടുത്തതാണ് മാഞ്ചസ്റ്ററിന്റെ തൊപ്പി. ഇനി ഇവിടെ ബാക്കി ഒന്നുമില്ല. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് പൗച്ച്, എന്റെ പൊന്നെ എല്ലാതും ഉണ്ട് മാഞ്ചസ്റ്റർ യുണൈറ്റഡ്. എന്തൊട്ടാ ഇല്ലാത്ത ഇത് മാഞ്ചസ്റ്റർ യുണൈറ്റഡ്. അളിയൻ ഇത് കാണുന്നുണ്ടെങ്കിൽ എന്തിന് അരുമാളി അളിയൻ ഇത് കാണുന്നുണ്ടെങ്കിൽ കമന്റ് പ്ലീസ്. അപ്പൊ ഇതൊക്കെയാണ് നിങ്ങളുടെ ഒരു ഈവനിങ് വ്ളോഗ് എന്ന് പറയാനുള്ളത്. അപ്പൊ അത്രേ ഉള്ളൂ. പിന്നെ ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരാം. അപ്പം അതുവരെ എല്ലാവരും ടേക്ക് കെയർ. ഓക്കെ, അപ്പം ടാറ്റാ. ചേട്ടാ ഒരു ടാറ്റ പറഞ്ഞേക്ക്. ടാറ്റാ.